ഒന്നും വേണ്ട, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് ഒരു സാധാരണ ഒരു വാചകം പറയും, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാചകം. അതായത് അവർ വരാറുണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അവർ വരാറുണ്ട്. അവർ വരാറുണ്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഒന്ന് പറയും. ഒന്ന് പറഞ്ഞേ. She comes everybody. Always. ഓക്കെ ഓക്കെ, അവർ വരാറുണ്ട്. വേറെ ഒന്നുമില്ല, അവർ വരാറുണ്ട്. ഇപ്പൊ ഒരാൾ പറഞ്ഞു കംസ് ഡെയിലി എന്ന് പറഞ്ഞു, ദേ ഹാവ് ബീൻ കം എന്ന് പറഞ്ഞു അഞ്ജന, ദേ കം എന്ന് പറഞ്ഞു സുനിൽ, സുമി, ഷിഹാബ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പറഞ്ഞു. They come, they should come, she used to come, ഹർഷ. പിന്നെ അടുത്ത they come, they came always, and Mary. അടുത്ത they used to come, they came, they comes ഒരാൾ പറഞ്ഞു, they will become, they come, they always come, Reshma. Okay. They will become. Okay. ശരി. അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും, എന്തായിരിക്കും നിങ്ങൾ പറയുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഇംഗ്ലീഷ് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഏറ്റവും താഴെയുള്ള ആളുകൾക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷില് ഏറ്റവും താഴെയുള്ള ആളുകളെ കൂടി നമുക്ക് കൈപിടിച്ച് നമ്മളൊപ്പം ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. മെനക്കെടാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ കൂടെ ഞാനുമുണ്ട്, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, ശരി, സമ്മതി. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, നമ്മൾ സാധാരണ ഒരു ഡിക്ഷണറി തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ വേർഡിന്റെയും അർത്ഥം കൊടുത്തിരിക്കുന്നത് പ്രസന്റിലാണ്. ഉദാഹരണം പറയും, നമ്മളിപ്പോ ഡിക്ഷണറി തുറന്നു കഴിഞ്ഞാൽ ഗോ അതിന് നേരെ മലയാളത്തിൽ അർത്ഥം കൊടുക്കുന്നുണ്ടാവും പോകുക, ജമ്പ് ചാടുക, റീഡ് വായിക്കുക. പക്ഷെ ഈ പ്രസന്റ് ടെൻസിൽ നമ്മൾ പറയുമ്പോൾ ഇത് കൂടാതെ ഒരു രണ്ടർത്ഥം കൂടി ഉണ്ട് എന്നുള്ളത് നമ്മളൊരു മനസ്സിൽ വേണം. ഉദാഹരണം പറയാം, ആദ്യം എഴുതി റീഡ് വായിക്കുക, അത് ഡിക്ഷണറി ഉണ്ടാവും. അതിന്റെ കൂടെ വായിക്കുന്നു, വായിക്കാറുണ്ട്, അതും കൂടി ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. JUMP ജമ്പ്, അത് ചാടുക, ഡിക്ഷണറിയിൽ കാണും. ചാടുന്നു, ചാടാറുണ്ട്. അതിനോടൊപ്പം തന്നെ ലുക്ക് നോക്കുക, നോക്കുന്നു, നോക്കാറുണ്ട്. തിങ്ക് ചിന്തിക്കുക, ചിന്തിക്കുന്നു, ചിന്തിക്കാറുണ്ട്. ഈ രണ്ടർത്ഥം കൂടി എന്റെ കൂടെ ഉണ്ട് എന്ന് നമ്മളെപ്പോഴും മനസ്സിലൊന്ന് വിചാരിക്കുക. ഇനി നമുക്കിവിടെ നോക്കാം. നമ്മളോട് പറഞ്ഞത് അവർ വരാറുണ്ട് എന്നാണ് പറയുന്നത്. അവർ എന്നുള്ളത് ഇംഗ്ലീഷ് വേർഡ് ദേ. വരിക, വരുന്നു, വരാറുണ്ട് എന്നുള്ളത് കം. അപ്പൊ ദേ കം എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റായ ആൻസർ. ദേ കം. സബ്ജക്റ്റ് ദേ എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് നമ്മൾ ദേ കം, സബ്ജക്റ്റിൽ വെർബ് അതിലേക്ക് കറക്റ്റ്. ദേ കം എന്നുള്ളതാണ് കറക്റ്റ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു വാചകം പറയുന്ന, അവർ ചായ കുടിക്കാറുണ്ട്. അവർ ചായ കുടിക്കാറുണ്ട്. ചായ എന്നുള്ളത് ടീ ആണ്, കുടിക്കുക എന്നുള്ളത് ഡ്രിങ്ക് ആണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എഴുതി. അവർ ചായ കുടിക്കാറുണ്ട്. They drink tea. They drink tea. Okay. Ashray, they drink tea. Okay. Vijish. Okay. Anusha. They drink it. Okay. ഇത് കറക്റ്റ് ആണ്. ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞില്ലെങ്കിൽ അവർ ചായ കുടിക്കാറുണ്ട്. ഓക്കെ. ഞാൻ പറഞ്ഞത് വേറൊരു കാര്യം പറയാൻ കഴിയില്ല.
അപ്പൊ നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം അവർ ചെയ്ത പ്രവൃത്തി എന്താണ് കുടിക്കുന്നു, അതാണ് വെർബ്. വെർബ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓബ്ജക്റ്റ് എഴുതി, എന്ത് കുടിക്കുന്നു, ചായ കുടിക്കുന്നു. അപ്പൊ കറക്റ്റ് ആണ്. ഞാൻ ഇനി കുറച്ചുകൂടി ഒരു വലിയ സെന്റൻസ് പറയാം. വേറെ ഒന്നുമല്ല, ഈ പറവൂർ കേട്ടിട്ടുണ്ടാവില്ല, പറവൂർ സ്ഥലം. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് പറവൂരിൽ വെച്ച് ഒരു പാമ്പിനെ വടികൊണ്ട് അടിച്ച് കൊന്നു. ഒന്നുകൂടി പറയാം. ഞാൻ ഇന്നലെ രാവിലെ പറവൂരിൽ വെച്ച്, ഇന്നലെ രാവിലെ 10 മണിക്ക് പറവൂരിൽ വെച്ച് ഒരു പാമ്പിനെ വടികൊണ്ട് അടിച്ച് കൊന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ഇതൊന്ന് ചെയ്തേ. ഒന്നുകൂടി പറയാം. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് പറവൂരിൽ വെച്ച് ഒരു പാമ്പിനെ വടികൊണ്ട് അടിച്ച് കൊന്നു. പറയൂ. I killed a snake with a stick at a Paravoor yesterday morning. Anush എഴുതിയിട്ടുണ്ട്. തന്നെ അടുത്തത് സ്പീഡ് കൊണ്ട് വന്നിട്ടില്ല. ഹർഷ എഴുതിയിട്ടുണ്ട്. അൽത്താഫ് എഴുതിയിരിക്കുന്ന I killed a snake at a Paravoor yesterday at 10 AM. നൗഫിയ I killed a snake. അശ്വതി എഴുതിയിട്ടുണ്ട്. സുനിൽ, രേഷ്മ yesterday morning I killed a snake. ഷഫീല എഴുതിയിട്ടുണ്ട്. yesterday morning 10 AM I killed a snake for a stick. Okay. yesterday morning 10 AM at Paravoor. Shihab Anmeli. Yesterday I killed a snake with a stick at Paravoor. Okay. I killed a snake. Okay. ശരി. ഇത് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ഇതിൻ്റെ അത് കുറച്ച് പേര് എഴുതിയില്ല, കുറച്ച് പേര് എഴുതിയുള്ളൂ. നമ്മൾ ആദ്യം എഴുതുന്നത് ശരി കേട്ടോ. ഓക്കെ, റെഡി. ആദ്യം നമ്മൾ എഴുതുന്നത് സബ്ജക്റ്റ്. അപ്പൊ നിങ്ങൾ സബ്ജക്റ്റ് യെസ് ഒന്ന് എഴുതി, യെസ്. അത് കഴിഞ്ഞതിന് ശേഷം വേണ്ടത് വെർബാണ്. എസ് പ്ലസ് വി. അപ്പൊ സബ്ജക്റ്റ് ഞാൻ പറയണത് ഐ, ഞാനല്ലേ ഒരു ആക്ഷൻ പ്രവർത്തിച്ചത്. അപ്പൊ ഐ. വെർബ് എന്താണ്? കിൽഡ്. ഐ കിൽഡ്. അപ്പൊ എസ് പ്ലസ് വി ആയി. ഇനി വേണ്ടത് ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനെയാണ് ഞാൻ കൊന്നത്? അപ്പൊ നമുക്ക് പറയാം എ സ്നേക്ക്. അപ്പൊ ഐ കിൽഡ് എ സ്നേക്ക്. എസ് പ്ലസ് വി പ്ലസ് ഓ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇനി വേണ്ടത് മാനർ. എസ് പ്ലസ് വി പ്ലസ് ഓ പ്ലസ് എം. മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ. അത് കഴിഞ്ഞതിന് ശേഷം പി എഴുതുക. പ്ലേസ്. പി എന്ന് പറഞ്ഞാൽ പ്ലേസ്, എവിടെ വെച്ച്. അത് കഴിഞ്ഞിട്ട് ടി എഴുതുക, ടൈം, എപ്പോൾ. അപ്പൊ എസ് പ്ലസ് വി പ്ലസ് ഓ പ്ലസ് എം പ്ലസ് പി പ്ലസ് ടി. ഒന്നുകൂടി പറയുമ്പോ എസ് വി ഒ എം പി ടി. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഓക്കെ. ഇനി നമുക്ക് ഈ രീതിയിലൊന്ന് പറഞ്ഞു നോക്കാം. സബ്ജക്റ്റ് ഐ. വെർബ് ഞാൻ ചെയ്ത പ്രവൃത്തി കിൽഡ്. ഒബ്ജക്റ്റ് എന്തിനെ കൊന്നു? എ സ്നേക്ക്. ഐ കിൽഡ് എ സ്നേക്ക്. അടുത്തത് മാനർ, എങ്ങനെ കൊന്നു? വടി കൊണ്ടടിച്ച്. ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. വടി കൊണ്ടടിച്ചു കൊന്നു. അടുത്തത് പി, എവിടെ വെച്ച് കൊന്നു?
പറവൂരിൽ വെച്ച് കൊന്നു. ടീ തൈർ എപ്പോൾ കൊന്നു? യെസ്റ്റർഡേ മോർണിംഗ് അറ്റ് 10 o'clock. അപ്പൊ സബ്ജക്റ്റ് എഴുതുക, വെർബ് എഴുതുക, ഓബ്ജക്റ്റ് എഴുതുക, മാനർ എഴുതുക, പ്ലേസ് എഴുതുക, ടൈം എഴുതുക. ഈ ക്രമത്തിൽ നമ്മൾ എഴുതി പോയി കഴിഞ്ഞാൽ കാര്യമായ തെറ്റില്ലാണ്ട് നമുക്ക് എഴുതാം. ഇതിനകത്ത് ചെറിയ മാറ്റങ്ങൾക്ക് വരുത്താവട്ടോ. അപ്പൊ ഇത് പറഞ്ഞത് ഇംഗ്ലീഷ് എഴുതാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞാണ് സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. പിടികിട്ടിയല്ലോ. അപ്പൊ ഈ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ പറയുമ്പോൾ ഈ ക്രമത്തിലൊന്ന് മനസ്സിൽ വിചാരിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കുക. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞതിന് ശേഷം ഇംഗ്ലീഷിൽ ഇത് തന്നെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈ ക്രമത്തിൽ എങ്ങനെ പറയും? സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ 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 ഓക്കെ, സംഭവം വന്നു. ശരി ശരി ശരി. മനസ്സിലായി. ഇനി നമുക്ക് വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ വാചകത്തിനോട് നമുക്ക് മടങ്ങി വരാം. ഇത് സന്ദർഭോചിതമായിട്ട് ഇത് പറഞ്ഞു പോയതാണ്. ഓക്കെ, ഇംഗ്ലീഷില് നമുക്കറിയാം ഒരു വെർബിന് 3 കാലങ്ങൾ നമ്മൾ പറയും. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോ അത് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയുന്നത് V1, V2, V3. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പോ ഗോ പ്രസന്റേഴ്സ് ആണ്, അതിന്റെ പാസ്റ്റൻസ് ആണ് വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ. ഗോ, വെന്റ്, ഗോൺ. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റൻസ് എന്താന്ന് പറയുമ്പോ ടേക്കിന്റെ പാസ്റ്റൻസ് ടുക്ക്. ഓക്കെ ഓക്കെ, ടേക്കിന്റെ പാസ്റ്റൻസ് ടുക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൻ. ടേക്ക്, ടുക്ക്, ടേക്കൻ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ടീച്ച്. TEAUGH. ടീച്ച്. ടീച്ചിന്റെ പാസ്റ്റൻസ് ടോട്ട്. TAUGHT. അപ്പൊ ഓക്കെ ഓക്കെ. ലുക്ഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ ഒരു വെർബിന് നമ്മൾ പറയുന്നത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അങ്ങനെ 3 കാലങ്ങൾ നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ V1, V2, V3. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ടെൻസിന്റെ ഫോം ഉണ്ടാക്കാം. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ ഉണ്ട് 12 ടെൻസ് ഫോം നമുക്ക് ഉണ്ടാക്കാം. അത് ഏതൊക്കെയാണ് ഞാൻ പറയാം. ഒന്ന് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 12 ടെൻസിന്റെ ഫോം ഇംഗ്ലീഷിലുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വിഷമമൊക്കെ തോന്നാം. അത് പേടിക്കേണ്ട കാര്യമില്ല. നമ്മളിതെല്ലാം വളരെ മനോഹരമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി ഇങ്ങനെ പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ബോർഡ് വേണം അല്ലേ? ഓക്കെ 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 ഓക്കെ. സൗണ്ട് കുറച്ച് കൂട്ടോ? സൗണ്ട് എന്താണ്? കേൾക്കുന്നില്ലേ? സ്പീഡും കൂടുതലാണ് സാർ. സൗണ്ട് ഓക്കെയാണ്, നോ പ്രോബ്ലം. സ്പീഡ് കുറച്ച് കൂടുതലാ സാർ. സൗണ്ട് പ്രോബ്ലം ഉണ്ടോ? സൗണ്ട് ഓക്കെയാണ് സാർ, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ 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 കുഴപ്പമില്ല. ഇത് ഈ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് അത് ഞാൻ സ്പീഡിൽ പറഞ്ഞാൽ പേടിക്കില്ല. അതൊക്കെ നമുക്ക് റെഡി ആക്കി എടുക്കാം.
Okay, okay, okay. You will understand. Note it down. കമന്റിൽ വന്ന പോലെ ഒരു വൈറ്റ് ബോർഡ് ഉണ്ടെങ്കിൽ ഈ പറയുന്നത് നമുക്കിവിടെ നോട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ തീരെ അറിയാത്തവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ എല്ലാത്തിന്റെയും നോട്ട് നാളെ കാലത്ത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് ഞാൻ തരാം. വൈറ്റ് ബോർഡ് കൂടി വെച്ച് നമുക്ക് പറയാം. അപ്പൊ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്. അതായത് വെർബിന് നമ്മൾ 3 കാലങ്ങൾ പറഞ്ഞു. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന 12 ടെൻസുകളാണ് നമ്മളോട് പറഞ്ഞത്. ഇനി നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ ഏത് സെന്റൻസ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഈ പറഞ്ഞ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും എഴുതിയിട്ടുണ്ടാകും. അപ്പൊ ഇനി ഇവിടെ കൂടി നമുക്ക് അങ്ങോട്ട് വേണ്ടത് ഒരു സെന്റൻസ് കാണുമ്പോൾ അത് ഏത് ടെൻസിലാണ് അത് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാവുക എന്നുള്ളതാണ് ഇനി നമുക്ക് വേണ്ടത്. ഏത് ടെൻസിലാണ് അത് എഴുതിയിട്ടുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഓക്കെ. അപ്പോ നമുക്ക് ആദ്യം നമ്മൾ പരിഗണിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നതാണ്. സിമ്പിൾ പ്രസന്റ്. ഈ സിമ്പിൾ പ്രസന്റിനെ പറഞ്ഞു വരുമ്പോൾ 2-3 ക്ലാസ് എടുക്കും. അതുകൊണ്ട് നമ്മൾ ഈ 12 എണ്ണത്തിലൂടെ നിങ്ങളുടെ കടന്നു പോയി കഴിയുമ്പോഴും ആ ഇംഗ്ലീഷിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കും. നിങ്ങൾ രണ്ടുപേര് ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പൊ ആ ലെവലിലോട്ട് തെറ്റൊന്നും നമുക്കൊരു വിഷയമേ ഇല്ല. തെറ്റുകളൊക്കെ വരും. അത് പരിഹരിച്ച് പോകാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയാം. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സബ്ജക്റ്റും വെർബിന്റെ സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഓബ്ജക്റ്റ് ഉണ്ട്, മാനർ ഉണ്ട്, പ്ലേസ് ഉണ്ട്, ടൈം ഉണ്ട്. ഇത്രയും രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുന്നത് എന്ന് പറഞ്ഞു. അതില് സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞാൽ ഏത് ടെൻസിലാണ് ആ വാചകം എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കും. അപ്പൊ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് എന്താണ്, അതിന്റെ വെർബ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് ഏത് ടെൻസിലാണ് ആ വാചകം എഴുതിയിട്ടുള്ളത്. ഓബ്ജക്റ്റോ മാനറോ പ്ലേസോ ടൈമോ അതൊന്നും നമുക്ക് പരിഗണിക്കേണ്ടതില്ല. ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. നിങ്ങൾ ഒരു ഹെഡിങ് എഴുതുക. സിമ്പിൾ പ്രസന്റ് എന്നൊരു ഹെഡിങ് എഴുതുക. സിമ്പിൾ പ്രസന്റ്. SIMPLE സിമ്പിൾ. SIMPLE സിമ്പിൾ. പ്രസന്റ് PRESENT സിമ്പിൾ പ്രസന്റ് PRESENT സിമ്പിൾ പ്രസന്റ്. ഓക്കെ. സിമ്പിൾ പ്രസന്റ് എന്നൊരു ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് ഈ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. സിമ്പിൾ പ്രസന്റ്. ഓക്കെ. അതിന്റെ അടിയിൽ നിങ്ങൾ എഴുതുക യെസ്. സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ യെസ്. പ്ലസ് വി. സബ്ജക്റ്റ് പ്ലസ് വെർബ്. S+V. എന്നിട്ട് വിയുടെ ബ്രാക്കറ്റിൽ പ്രസന്റ് PRESENT പ്രസന്റ്. ഇത് PRESENT പ്രസന്റ്. ഓക്കെ. അപ്പൊ ഞാൻ കൊണ്ട് പറയാൻ നിങ്ങൾ എഴുതിയിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് നമ്മൾ ഹെഡിങ് കൊടുത്തു. ആ ഹെഡിങ്ങിന്റെ ഇടയിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് നമ്മൾ എഴുതി. ഓക്കെ. അത്രയും മാത്രം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി ഇതിനകത്ത്. അതായത് ഓക്കെ 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 ശരി. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രസന്റ് ടെൻസ്. ഓക്കെ. പ്രസന്റ് ടെൻസ് എന്നുള്ളതിന് ഷോർട്ട് ആയിട്ട് പ്രസന്റ് എഴുതി. ഓക്കെ ഓക്കെ. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രസന്റ് ടെൻസ്. വെരി ഗുഡ്. അപ്പോ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സബ്ജക്റ്റ് എഴുതിയിട്ടുണ്ട്, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ്. ഓബ്ജക്റ്റും മാനറും പ്ലേസും ടൈമൊന്നും നമ്മൾ നോക്കണ്ട. ഇത്രയും മാത്രം നോക്കിയാൽ മതി. സബ്ജക്റ്റ് നോക്കുക, വെർബ് നോക്കുക. അത് പ്രസന്റ് ടെൻസിലുള്ള വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ സെന്റൻസ് എഴുതിയിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ
റീഡ് ബുക്സ്. ഐ ആം റൈറ്റിംഗ് ശരിയാവില്ല ഗീത, ഐ ആം റൈറ്റിംഗ് കറക്റ്റ് ആവില്ല. അത് പ്രസന്റ് കണ്ടിന്യൂസിലോട്ട് വരും കേട്ടോ. നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ ഓക്കെ, നോക്കി ഞാൻ ഐ റീഡ് ബുക്ക്. ഐ സബ്ജക്റ്റ് ആണ്, റീഡ് പ്രസന്റേഷൻ ആണ് കേട്ടോ. ഐ റീഡ് ഒബ്ജക്റ്റ് നമുക്ക് വിഷയമേ ഇല്ല. അപ്പൊ സബ്ജക്റ്റ് ആയി വെർബിന്റെ പ്രസന്റേഷൻ ആയി. പിന്നെ ഒരു അർത്ഥം പൂർത്തിയാവാൻ വേണ്ടിയിട്ടാണ് ഐ റീഡ് ബുക്ക് എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ഐ റീഡ് അത്രയും സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റേഷൻ. നിങ്ങൾ ഒരെണ്ണം പറഞ്ഞേ, ഒരു സബ്ജക്റ്റ് പറയുക, അതിന്റെ കൂടെ പ്രസന്റ് ടെൻസ് എന്ന വെർബും പറയുക. ഹി റീഡ്സ് ബുക്ക്. ഓക്കെ ഓക്കെ. ഹി റൈറ്റ്സ്. ഓക്കെ, ജിൻസി എഴുതിയിട്ടുണ്ട് ഹി റൈറ്റ്സ്. ഐ പ്ലേ ഫുട്ബോൾ. അനുഷ ശരിയാണ്. വി പ്ലേ ഗ്രൂപ്പ് ആൻഡ് വെരി. ഐ സിംഗ് സോങ്. ഓക്കെ. അടുത്തത് ഷീ ഡാൻസ് വെൽ. ഹി ലൈക്സ് ഐസ്ക്രീം. ഐ എയ്റ്റ്. ഐ എയ്റ്റിന് ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഐ എയ്റ്റ് എന്ന് പറയുമ്പോൾ ഈറ്റ് ആണ് പ്രസന്റേഷൻ. എയ്റ്റ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഐ ഈറ്റ്. ഓക്കെ. പിന്നെ ഐ ഡ്രിങ്ക് കോഫി. ഷീ സിംഗ്സ് വെൽ. ഐ ഡ്രിങ്ക് വാട്ടർ. വി വാക്ക്. ഐ ലൈക്ക് സോങ്. ഓക്കെ. വി ഡാൻസ് സ്റ്റേജ്. He write a book. I like a rose. I write. I play music. He lives Kannur. I read a book. Sunil. Okay. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് അത് അറിയാം. പക്ഷേ കുറച്ച് പേരിൽ അത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് എന്താണ് നമുക്ക് നോക്കാം. നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ വാചകം കൊടുക്കണം. ചില ആളുകൾ യെസ് ഒക്കെ ചേർത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്യും. ബാക്കി ഒരു 90% കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി ഒരു 10% മാത്രമേ ചെറിയ മിസ്റ്റേക്ക് വന്നുള്ളൂ. അപ്പൊ നമുക്ക് അത് കറക്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടി എടുക്കുകയാണ്. അവർ വരാറുണ്ട് എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു അവർ ദേ വരാറുണ്ട് എന്നുള്ളതിന് കം, ദേ കം എന്ന് പറഞ്ഞു. ദേ കം എന്ന് പറഞ്ഞു. അതിപ്പോ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും യു ആണെങ്കിൽ ഞങ്ങളാണെങ്കിലും ആ വാക്ക് സബ്ജക്റ്റും പിന്നെ വർക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായി. അപ്പൊ ഇവിടെ ഒരാൾ എഴുതി കണ്ടു ദേ കം എന്നുള്ളതിന് പകരം ദേ കംസ് എന്ന് എഴുതി കണ്ടു. ദേ കംസ്. അതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ അത് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി പറയുന്നു. ദേ കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരാറുണ്ട്. കറക്റ്റ് ആണ്. ഞാൻ ഈ ദേ എന്നുള്ളത് മാറ്റുകയാണ്. പകരം അവിടെ ഞാൻ ഈ ഉപയോഗിക്കുന്നത്. അവൻ വരാറുണ്ട്. അപ്പൊ എന്ത് പറയും? അവൻ വരാറുണ്ട് എന്നാണെങ്കിൽ ഒരാൾ എഴുതി ഹി കംസ്. ഹി കംസ്. ഹി കംസ്. നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന്? അപ്പൊ നിബിൻ എഴുതിയിട്ടുണ്ട് ഹീക്കം. രേഷ്മ എഴുതിയിട്ടുണ്ട് ഹീക്കം. വഗ്നേശ്വരി എഴുതിയിട്ടുണ്ട് ഹീക്കം. ഓക്കെ. ഒരാള് ഹി വിൽ ബിക്കം. അഞ്ജു രസേഖന ഹീക്കം. സ്വപ്ന ഹി കെയും. ഹീക്കം. ഹീക്കം. വീണ്ടും ഹീക്കം. ഹീക്കം. ഓക്കെ. ഓക്കെ. ശരിയാണ്. നിങ്ങൾ എഴുതിയത് ശരിയാണ്. കുറച്ച് പേര് മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് അവിടെ മിസ്റ്റേക്ക് വന്നുള്ളത് ഇത് പറയാം. നമുക്ക് ഏറ്റവും താഴെ തുടങ്ങി ആരംഭിക്കുമ്പോഴാണ് അത്. അപ്പൊ ഏറ്റവും ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തവരെ കൂടി നമ്മൾ ചേർത്ത് നിർത്തിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാം. നോക്കട്ടെ, മനസ്സിലാക്കുക. നമ്മുടെ റൂളാണ് പറയുന്നത്. അതായത് അവർ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ദേ കം എന്ന് പറഞ്ഞപ്പോ ശരിയാണ്. കുറച്ചു പേര് അവൻ വരാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ ഹീ കം എന്ന് എഴുതി. പക്ഷെ അത് തെറ്റാണ്. അപ്പൊ പക്ഷെ ആ ഹീ കം എന്ന് എഴുതിയപ്പോൾ ചിന്തിക്കും അതെന്താണ് ശരിയാവുന്നത്.
ദേ കം എന്ന് പറയുമ്പോൾ അവർ വരാറുണ്ട്, അത് കറക്റ്റാണ്. അതുപോലെ തന്നെയല്ലേ അവൻ വരാറുണ്ടെന്ന് പറയുമ്പോഴും. അപ്പൊ ഹീ കം എന്ന് പറയുമ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് എന്നൊരു പക്ഷെ നിങ്ങൾ മനസ്സിലോട്ട് കൂടി വരും. അതുകൊണ്ട് അവരോട് ഞാൻ പറയുകയാണ്, ഇംഗ്ലീഷിൽ ഒരു റൂളുണ്ട്, ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് നമ്മൾ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് ഏകവചനമാണ്. ഏകവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുണ്ടാവാൻ പാടുള്ളൂ. ഇപ്പൊ അവൻ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അവൾ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, ഇത് എന്ന് പറഞ്ഞൊരു സാധനം എടുത്ത് കാണിക്കുമ്പോൾ ഒരെണ്ണമല്ലേ ഉള്ളൂ, ബോയ് എന്ന് പറയുമ്പോൾ ഒരെണ്ണമല്ലേ ഉള്ളൂ, ബോയ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ്. ഗേൾ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയല്ലേ ഉള്ളൂ, ഗേൾസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ്. അങ്ങനെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഓർത്തിരിക്കുക, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ ഒരു യെസ് എന്ന് കൂടി ചേർക്കണം. അതുകൊണ്ട് ഇവിടെ ശരിയാവണമെങ്കിൽ ഹി കം എന്നല്ല പറയേണ്ടത്, ഹി കംസ് എന്നുള്ളതാണ് കറക്റ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് ദേ കം എന്നും ഇവിടെ ഹി കംസ് എന്നും വരാൻ കാരണം? ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്. അപ്പോ ഒന്നിലധികം പേരുണ്ട്. രണ്ടാമത്തെ സെന്റൻസിൽ ഹി എന്ന് പറയുമ്പോൾ അവൻ ഒരാളെ ഉള്ളൂ. അപ്പൊ സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്, അല്ലെങ്കിൽ ഏകവചനമാണ്. അങ്ങനെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ യെസ് എന്നും കൂടി നമ്മൾ ചേർത്തിരിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മളിന്ന് പഠിക്കുന്ന ആദ്യത്തെ ഒരു കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനുവൽ, പ്ലേസ്, ടൈം, ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം സെന്റൻസ് ഏതാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസ് നമ്മൾ പറയുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഏകവചനമാണെങ്കിൽ വെർബിന്റെ കൂടെ ഒരു യെസ് ചേർക്കാൻ നമ്മൾ മറക്കരുത്. ദേ റീഡ് എന്ന് പറയാം, അത് ശരിയാണ്. ഷീ ആണെങ്കിൽ ഷീ എന്ന് പറയുമ്പോൾ ഒരാളുണ്ട്, ഷീ റീഡ്സ്, അതാണ് കറക്റ്റ്. എന്ത് എസ് ചേർക്കാൻ കാരണം? സബ്ജക്റ്റ് സിംഗുലർ ആയിരുന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നേരത്തെ ഞാൻ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ഐ കം എന്നാണ് പറഞ്ഞത്. ഐ കം, ഞാൻ എന്ന് പറയുമ്പോഴും ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ എസ് ചേർക്കേണ്ടതല്ലേ? ആരും അത് ചോദിച്ചില്ലല്ലോ. ഞാൻ എന്ന് പറയുമ്പോഴും സിംഗുലർ അല്ലേ, ഒരാളല്ലേ ഉള്ളൂ, എസ് ചേർക്കേണ്ടതല്ലേ? ആ പറയുന്നു. ഐ പ്ലൂറലായിട്ട് എടുത്തു. ആ ഐ പ്ലൂറൽ അല്ല, പ്ലൂറലായിട്ട് എടുത്തു. ഐ ശരിക്കും ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ കാര്യം പറയുന്നത് കേട്ടോ. ആ ഓക്കെ, ഐ പ്ലൂറലായിട്ട് എടുത്തു എന്ന് ഒരാൾ പറയുന്നു. പിന്നെ ഞാൻ വിചാരിച്ചതുള്ള ആരെങ്കിലും ചോദിക്കുമെന്നാണ് വിചാരിച്ചത്. നേരത്തെ ഐ കഴിഞ്ഞിട്ട് എസ് ചേർത്തില്ലല്ലോ, ഐയും സിംഗുലർ അല്ലേ എന്ന് ആരെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും എന്നുള്ള വിഷയത്തിൽ എന്നെ ബാക്കി പറയും. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നത്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, നൗ യു ആർ കറക്റ്റ്. അടുത്തത് വേറെ കാര്യം വേണ്ട. നിങ്ങളിൽ ഒരാളെ ഞാൻ എഴുതിപ്പിച്ച് നിർത്തുകയാണ്. എന്നിട്ട് ഞാൻ പറയും നിങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പൊ ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കുകൾ ഉദ്ദേശിക്കുന്നത് ആ ഒരാളാണ്. രണ്ടോ മൂന്നോ പേരെ എഴുതിപ്പിച്ച് നിർത്തിയിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. ഇനി ഞാൻ സംശയം ചോദിക്കട്ടെ, അപ്പൊ ഐ എന്നുള്ളത് സിംഗുലർ ആയിട്ട് പരിഗണിക്കണോ പ്ലൂറലായിട്ട് പരിഗണിക്കണം? ഐ എന്നുള്ളത് സിംഗുലർ ആയിട്ട് പരിഗണിക്കണോ പ്ലൂറലായിട്ട്? ആ, അഞ്ചു പറയുന്നു പ്ലൂറലാക്കണമെന്ന്, സുമി പറയുന്നു പ്ലൂറലാക്കണമെന്ന്. യെസ്, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിന്റെ അഭിപ്രായം വിളിക്കാൻ പറയാറുണ്ട്? യെസ്, നിങ്ങൾ പറഞ്ഞത് പ്ലൂറലാക്കണം. നൗഷിത പറയുന്നു പ്ലൂറലാക്കണം. ഓക്കെ, സിംഗുലർ ബട്ട് ടേക്ക് ദ പ്ലൂറൽ ഫോം. ഓക്കെ 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 ഓക്കെ, സിംഗുലർ ബട്ട് ടേക്ക് ദ പ്ലൂറൽ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ ഓക്കെ, ഐ ആൻഡ് യു ആസ് പ്ലൂറൽ. യെസ്, അപ്പൊ നമുക്ക് ഓക്കെ 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 ഓക്കെ, ശരിയാണ് ശരിയാണ്. ഇനി ഇത് അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഞാൻ നമ്മൾ പറയാണ്, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐ എന്ന് പറഞ്ഞ സിംഗുലർ ആണെങ്കിലും ഐയുടെ കൂടെ എസ് ഉപയോഗിക്കാൻ പാടില്ല, എസ് ഉപയോഗിക്കാൻ പാടില്ല. യു എന്ന് കഴിഞ്ഞാൽ ഒരാളുണ്ടെങ്കിലും ഒന്നിൽ കൂടുതലുണ്ടെങ്കിലും നമ്മൾ യു എന്നല്ലേ പറയുള്ളൂ.
അപ്പൊ യു എപ്പോഴും പ്ലൂറലായിട്ട് കണക്കാക്കണം. അപ്പൊ അതുകൊണ്ട് നേരത്തെ പഠിച്ച നിയമത്തിന്റെ കൂടെ ഒരു കാര്യം കൂടി നമുക്ക് ചേർത്ത് വെക്കുക. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കാൻ പാടില്ല. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കാൻ പാടില്ല. യെസ്. അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണെങ്കിൽ അത് എഴുതിയിട്ടുള്ളത് സിമ്പിൾ പ്രസന്റിലാണ്. സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. അതില് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ ഒരു എസ് എന്ന് കൂടി ചേർത്തിരിക്കണം. ഐയും യുവും സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ എസ് ചേർക്കേണ്ടതില്ല. ഇതാണ് ഇപ്പൊ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം. ഇത് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട്? ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാ. അത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഓക്കെ, മനസ്സിലായി? ഓക്കെ 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 ഓക്കെയാണ് അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തിലോട്ട് പോകാം. ശരി, ഓക്കെ 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 ശരിയാണ്. ശരിയാണ്. അപ്പൊ അത് മനസ്സിലായി കാണും. മനസ്സിലായി എന്നുള്ളതിന്റെ സിംബൽസ് ഒന്ന് മനസ്സിലാവാത്തവരില്ല എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, പറയാം. ഓക്കെ 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 ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. അത് സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസുമാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ എസ് ചേർക്കണം. അതിന്റെ കൂടെ യുവിന്റെ കൂടെ എസ് ചേർക്കാൻ പറ്റില്ല. ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞ അതേ വാചകം തന്നെ വീണ്ടും പറയുന്നു. അവർ വരാറുണ്ട് എന്നുള്ളതിന് നമ്മൾ എഴുതി ദേക്കം. അവർ വരാറുണ്ട്, ദേക്ക്. ഞാൻ അതിനെ ഒന്ന് നെഗറ്റീവ് ആക്കി. അവർ വരാറില്ല എന്നാക്കി. അവർ വരാറില്ല, പതിവായിട്ട് വരാറില്ല, പതിവായിട്ട് അല്ല, അങ്ങനെ വരും. അവർ വരാറില്ല. ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ആരെങ്കിലും എഴുതിയത്? അവർ വരാറില്ല. Yes, they don't come, they not come. Okay, they not come, they don't come, they did not come. They not come, Safina. They did not come, Shani. They not come, they not come, they not come, they don't come, they did not come. Okay. ഏതായാലും നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ശരിയാണ്. ഓക്കെ ശരിയാണ്. ഓക്കെ. അപ്പൊ കുറച്ച് പിറകിലേക്ക് വെക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വരാം. ഓക്കെ, മതി. അവർ വരാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോ ദേ കം എന്ന് നമ്മൾ പറഞ്ഞു. അവർ വരാറുണ്ട്, ദേ കം എന്ന് പറഞ്ഞു. അവർ വരാറില്ല എന്നാണെങ്കിൽ ഈ സബ്ജക്റ്റ് ദേ കഴിഞ്ഞിട്ട് ഒരു ഡു നോട്ട് കൂടി ചേർക്കാം. ഡു നോട്ട്. അപ്പൊ എന്ത് വരും? ദേ ഡു നോട്ട് കം. അവർ വരാറില്ല, ദേ ഡു നോട്ട് കം. ഞാൻ ചാടാറില്ല, ഐ ഡു നോട്ട് ജംപ്. ഞാൻ ചാടാറില്ല. നിങ്ങൾ വായിക്കാറില്ല, യു ഡു നോട്ട് റീഡ്. ഞാൻ ഉറങ്ങാറില്ല, ഐ ഡു നോട്ട് സ്ലീപ്. അവർ ചിന്തിക്കാറില്ല, ദേ ഡു നോട്ട് തിങ്ക്. തിങ്ക്. ഇനി നിങ്ങൾ 2-3 സെന്റൻസ് നിങ്ങൾ എഴുതി ഡു നോട്ട് വരുന്നത്. ഡു നോട്ട് വെച്ച് 2-3 സെന്റൻസ്. ഓക്കെ. They do not, Safina, another mistake ഉണ്ട്. They do not read. ing വേണ്ട, read. They do not eat, this don't play, they do not sleep, they do not sing. Okay, I do not sleep. Okay. They don't play, they do not swim, they do not call. Okay. We do not dance. They do not. Okay, I do not play.
They do not. ശരിയാണ്. ഒരാള് ബിനി സുരേഷിനും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് പിന്നീട് പറയാം. അടുത്തത് ഐ ഡോണ്ട് ലൈക്ക്. ഓക്കെ 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 ഓക്കെ, നമ്മൾ പറയാറില്ല അല്ലേ? വെരി ഗുഡ്. അടുത്തത് ദേ ഡു നോട്ട് സ്റ്റഡി. സഫ്ന. ഓക്കെ ഓക്കെ, ശരിയാണ്, നിങ്ങൾ ഇതേക്കുള്ള കറക്റ്റാണ്. അപ്പോ ഓക്കെ ഓക്കെ കറക്റ്റാണ്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ വരാറില്ല എന്നുള്ളതിന് നമ്മൾ പറഞ്ഞത് ദേ ഡു നോട്ട് കം എന്ന് പറഞ്ഞു. ഇനി അടുത്ത കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്ന് രാവിലെ മുതൽ ഇതുവരെയുള്ള നിങ്ങളുടെ ഈ ഉച്ചവരെ ഈ 2:30 വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പതിവായിട്ട് ചെയ്യാത്തൊരു കാര്യം, അതൊന്നും ഇംഗ്ലീഷിൽ പറയാം. എഴുതാനുണ്ട്, പറയാം. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ ഡു നോട്ട് യൂസ് ഇംഗ്ലീഷ് മെഡിസിൻ. ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ ഉപയോഗിക്കാറില്ല. അല്ല, അതെന്റെ പതിവാണിത്. ഐ ഡു നോട്ട് ഗോ ടു ചർച്ച്. ഞാൻ പള്ളിയിൽ പോകാറില്ല. ഐ ഡു നോട്ട് സ്മോക്ക്. ഞാൻ പുകവലിക്കാറില്ല. നിങ്ങൾ എന്താണ് പതിവായിട്ട് ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം? അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. I do not use sugar. I do not use sugar. Very good. I do not use sugar. I don't use drugs. പറഞ്ഞോളൂ. I don't use drugs. I do not do plus count ആണ്, don't അല്ല. I do not use. ഞാൻ do not പറയാൻ കാരണം ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. I do not use drugs. Very good. I do not use drugs. പിന്നെ I do not drink coffee. I do not drink Coffee. Okay. I do not drink coffee. ഞാൻ കോഫി കുടിക്കാറില്ല. പിന്നെ കുറെ പേര് എഴുതുന്നുണ്ട്, പറയാം. ഞാൻ പറഞ്ഞത് പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയുന്നില്ല. ഓക്കെ. I don't drink cold water. I do not use cold water. I do not study well. അത് ശരി, കറക്റ്റായിട്ട് പറഞ്ഞതാണ് ബിലി. I do not study well. ഓക്കെ. പിന്നെ ഓക്കെ 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 അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഡു നോട്ട് വെച്ച് നമ്മൾ എഴുതുന്നത് ഐ ഡു നോട്ട് ആഫ്റ്റർനൂൺ സ്ലീപ്പ് എന്ന് പറയണ്ട. ഐ ഡു നോട്ട് സ്ലീപ്പ് ആഫ്റ്റർനൂൺ. ഓബ്ജക്റ്റ് എപ്പോഴും ലാസ്റ്റ്, അതിനകത്ത് ഓബ്ജക്റ്റ് ഇല്ല, പകരം ഉള്ളത് MPT ആണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ആഫ്റ്റർനൂൺ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സബ്ജക്റ്റ് നമ്മൾ ഓബ്ജക്റ്റ് നമ്മൾ ആദ്യം പഠിപ്പിച്ച പറഞ്ഞു വരുന്നത് അത് അതേ രീതിയല്ലേ, അതിന് വ്യത്യാസമൊന്നുമില്ല. സബ്ജക്റ്റ് ഓബ്ജക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്. അപ്പോ ഐ ഡു നോട്ട് സ്ലീപ്പ്. ഞാൻ ഉറങ്ങാറില്ല. ഇനി ഞാൻ ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നു, ശ്രദ്ധിക്കുക. അതായത് അവർ വരാറുണ്ടെന്ന് പറഞ്ഞപ്പോ ദേ കം എന്ന് പറഞ്ഞു. അവർ വരാറില്ല എന്നായി കഴിഞ്ഞപ്പോ ദേ ഡു നോട്ട് കം എന്ന് പറഞ്ഞു. അവർ എന്നുള്ള പകരം അവൻ എന്നാണെങ്കിൽ ഹി കംസ് എന്ന് പറയും. അവൻ വരാറുണ്ട്. എസ് ചെയ്യാറ്, കാരണം വെർബിന്റെ കൂടെ എസ് ചെയ്യാറ്. അവൻ വരാറുണ്ട്. സിംഗുലർ അവൻ വെർബിന്റെ കൂടെ എസ് ചേർക്കുന്നത് നേരത്തെ പറഞ്ഞു. ഇങ്ങനെ അവൻ വരാറില്ല എന്നാക്കിയാണ്. അവൻ വരാറില്ല എന്നാണെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷിൽ? അപ്പൊ ജിൻസി എഴുതിയേക്കണത് ഐ ഡസ് നോട്ട് കം. നിങ്ങൾക്ക് എന്താണ് ശരിയെന്നുള്ളത് എഴുതിക്കോ. ഹി ഡസ് നോട്ട് കം, ഹി വിൽ നോട്ട് കം, ഡസന്റ്, ഡോണ്ട് കം. ഡോണ്ട് കം എന്ന് എഴുതിയേക്കുന്നത് ഷഫീല. ഡോണ്ട് കംസ്. ഡോണ്ട് കംസ് എന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്. ഡോണ്ട് കംസ്. ഓക്കെ, ഡോണ്ട് കം. Yes. Okay. He did not come. Okay. ഇനി അതിന്റെ
ഇവിടെ ഒരാള് സ്വാഭാവികമായിട്ട് ചിന്തിക്കുകയും സത്യസന്ധമായിട്ട് ചിന്തിക്കുകയും അതിൻ്റെ അകത്ത് ഒരു മിസ്റ്റേക്ക് വരുത്തുകയും ചെയ്തത് ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോ അവൻ വരാറുണ്ട് എന്നുള്ളതിന് ഹീ കംസ് എന്ന് എഴുതിയത്, ഹീ കംസ്. അപ്പോ അവൻ വരാറില്ല എന്നുള്ളതിന് അദ്ദേഹം എഴുതി ഹീ ഡു നോട്ട് കംസ് എന്ന് എഴുതി. അപ്പൊ അത് എഴുതിയ ആള് അയാളെ ചിന്തിപ്പിച്ചത് കാര്യം ഞാൻ പറയും. ഹീ ആണ് സബ്ജക്റ്റ്. അപ്പൊ വെർബിന്റെ കൂടെ എന്ത് ചെയ്യണം? എസ് ചേർക്കണം. അതുകൊണ്ട് ഹീ ഡു നോട്ട് കം എന്നുള്ളത് ഒരു എസ് കൂടി ചേർത്ത് കംസ് എന്ന് എഴുതി. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചിന്തിച്ചത്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യത. ഇനി ഇതിൻ്റെ അകത്ത് ഒരു എക്സെപ്ഷൻ ഉണ്ട്, അതുകൂടി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കുക. അതായത് ഈ വരാറുണ്ട് പോകാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് പോസിറ്റീവ് സെന്റൻസിനാണ്. ഇത് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. വരാറില്ല, എടുക്കാറില്ല, ചാടാറില്ല എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവാണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ അവൻ വരാറില്ല എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവാണ്, നെഗറ്റീവ്. അങ്ങനെ നമ്മൾ എഴുതുന്നത് ഒരു നെഗറ്റീവ് വാചകമാണെങ്കിൽ വെർബിന്റെ കൂടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും എസ് ചേർക്കേണ്ട. ആ എസ് അവിടെ നിന്ന് എടുത്തിട്ട് ഡൂവിന്റെ കൂടെ ചേർത്ത് ഡു എന്നുള്ളത് ഡസ് നൽകി മാറ്റും. അപ്പൊ ഇതിന്റെ ശരിക്കുള്ള ആൻസർ എന്താണ്? ഹി ഡസ് നോട്ട് കം. അതാണ് അവൻ വരാറില്ല എന്നുള്ളത്. ഹി ഡസ് നോട്ട് കം. അപ്പൊ നേരത്തെ എഴുതിയ ആൾക്കൊരു സംശയം തോന്നാം, കമ്മിന്റെ കൂടെ എന്തുകൊണ്ടാണ് എസ് ചേർക്കാതിരുന്നത്? കാരണം അത് സബ്ജക്റ്റ് ഹി അല്ലേ, സിംഗുലർ അല്ലേ, എസ് ചേർക്കേണ്ടതല്ലേ എന്നൊരു പക്ഷേ ആ കുട്ടി ചിന്തിക്കാം. അപ്പൊ നിങ്ങൾ ഓർക്കുക, കം എന്നുള്ളതിന്റെ എസ് നമ്മൾ ഡൂവിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഡൂ എന്നുള്ളത് എന്തായിട്ട് മാറി? ഡെസ് ആയിട്ട് മാറി. അപ്പൊ രണ്ട് എസ് വേണ്ട, ഒരു സ്ഥലത്തും മതി. അപ്പോ ഹി ഡസ് നോട്ട് കം ആണ് കറക്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൾ വരാറില്ല. അവൾ എന്ന് പറയുമ്പോഴും എത്ര പേരുണ്ട്? ഒരാള് ഉള്ളൂ, സിംഗുലർ ആണ്. അപ്പൊ ഷീ ഡസ് നോട്ട് കം. ഇത് അനങ്ങാറില്ല. ഇത് എന്ന് പറയുമ്പോഴുള്ളൂ ഇറ്റ് ഡസ് നോട്ട് മൂവ്. ഇത് അനങ്ങാറില്ല. സംശയമില്ല? എനി ഡൗട്ട്? പറയൂ, സംശയം വല്ലതുണ്ടോ? ഇല്ല. നോ സാർ. ഓക്കെ 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 ഓക്കെ. ശരിയാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആയ സെന്റൻസ് നമ്മൾ എഴുതുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ ഒരു എസ് ചേർക്കാൻ മറക്കരുത്. സബ്ജക്റ്റ് സിംഗുലർ ആണ്, പക്ഷെ അത് നെഗറ്റീവ് വാചകമാണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കേണ്ട, ഡൂവിന്റെ കൂടെ എസ് ചേർത്തിട്ട് ഡസ് എന്ന് മാറ്റിയാൽ മതി. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. സിമ്പിൾ പ്രസന്റ് പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്താണെന്ന് നോക്കി, നെഗറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്താണെന്ന് നോക്കി. ഓക്കെ, റെഡി. ഇനി ഞാൻ അടുത്തൊരു കാര്യം പറയുന്നത്, നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ ഞാൻ വീണ്ടും പറയുകയാണ്. അവർ വരാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോ ദേ കം എന്ന് പറഞ്ഞു. അവർ വരാറില്ല എന്ന് പറഞ്ഞപ്പോ ദേ ഡു നോട്ട് കം എന്ന് പറഞ്ഞു. ഇനി ഞാൻ അതിനൊരു ചോദ്യമാക്കി മാറ്റുകയാണ്. അവർ വരാറുണ്ടോ? നമുക്കിപ്പോ വേറെ എവിടെയെങ്കിലും ചിന്താകണം ചോദിക്കേണ്ടി വരേണ്ടത്. നിങ്ങൾ ഇത് എടുക്കാറുണ്ടോ? അവള് വരാറുണ്ടോ? അവൻ വരാറുണ്ടോ? നിങ്ങളുടെ അച്ഛൻ വരാറുണ്ടോ? അമ്മ വരാറുണ്ടോ? ആ രീതിയിൽ നമ്മളത് ചോദിക്കണം. അവർ വരാറുണ്ടോ? യെസ് എഴുതാം. സുനിൽ എഴുതിയിട്ടുണ്ട്, വിഘ്നേശ്വരി എഴുതിയിട്ടുണ്ട്, ബിന്ദു എഴുതിയിട്ടുണ്ട്. ബിന്ദു എഴുതിയത് അവറാണ് കേട്ടോ. ബിന്ദു ദയാണ്. ആരും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടുന്നുണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടി, ചോദ്യമില്ലേ? വരാറുണ്ടോ? ചോദ്യമില്ലേ? ഇപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടി. ഓക്കെ 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 ഓക്കെ. ഷഫീൽ എഴുതിയിട്ടുണ്ട്.
ഓക്കെ, ഇനി ആരെങ്കിലും ദൃശ്യം എഴുതിയിട്ടുണ്ട്, ബിന്ദു എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഡു ദേ കം, ഡു ദേ കം, ഡു ദേ കം. പിന്നെ ഓക്കെ, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. 1-2 പേരുടെ മാത്രത്തിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുള്ളൂ. ഒരാൾ ഡെസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഡെസ്. അപ്പൊ ഇത് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് വേറെ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കും. അതായത് ഞാൻ പറഞ്ഞത് അവർ വരാറുണ്ടോ എന്നാണ് പറഞ്ഞത്. അവർ വരാറുണ്ടോ, ക്വസ്റ്റ്യൻ മാർക്ക് വേണം. അവർ വരാറില്ല എന്നാണെങ്കിൽ നമുക്കറിയാം ദേ ഡു നോട്ട് കം എന്നാണ്. അങ്ങനെ എഴുതിയിട്ട് ദേ ഡു നോട്ട് കം എഴുതിയിട്ട് അതില് ആ നോട്ട് അങ്ങോട്ട് വെട്ടുക, നോട്ട് അങ്ങോട്ട് കളയുക. എന്നിട്ട് ഡു ആദ്യം പറയും. അപ്പൊ എന്തായി? ഡു ദേ കം, ഡു ദേ കം. അപ്പൊ അവർ വരാറുണ്ടോ എന്നായി. ഡു ദേ കം, അവർ വരാറുണ്ടോ. ഇനി നിങ്ങൾ വരാറുണ്ടോ എന്നാണെങ്കിൽ ഡു യു കം, നിങ്ങൾ വരാറുണ്ടോ, ഡു യു കം. നിങ്ങൾ പഠിക്കാറുണ്ടോ, ഡു യു സ്റ്റഡി, നിങ്ങൾ പഠിക്കാറുണ്ടോ, ഡു യു സ്റ്റഡി. ഇനി നിങ്ങൾ ഉറങ്ങാറുണ്ടോ, ഡു യു സ്ലീപ്, നിങ്ങൾ ഉറങ്ങാറുണ്ടോ. ഞങ്ങൾ പാട്ട് പാടാറുണ്ടോ, ഡു വി സിംഗ് സോങ്, ഡു വി സിംഗ് സോങ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വേണം. അപ്പൊ ഇവിടെ നമുക്കൊന്ന് ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ പറയുന്നത് പാടാറില്ല വരാറില്ല എന്ന് എഴുതിയിട്ട് അതിന് നോട്ട് കടഞ്ഞിട്ട് ഡു എടുക്കുക ആദ്യം പറയുമ്പോൾ അത് എന്തായിട്ട് മാറി, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറി, അതൊരു ചോദ്യമായിട്ട് മാറി. ഓക്കെ, ഇനി ഇതിനകത്ത് ധൈര്യമുള്ള ഒരാളൊന്ന് ആരാണെന്ന് പറഞ്ഞ ധൈര്യമുള്ള ഒരാൾ അങ്ങേരോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ആരാണ്? സിമ്പിളായ ചോദ്യമാണ്. ഡു വെച്ചിട്ട് ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ മറുപടി പറയുന്നു. ജിൻസി റെഡി അല്ലേ? ജിൻസി, ആർ യു റെഡി? Okay, sir. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. നമ്മിങ്ങനെ മാറി നിൽക്കുന്നതിലല്ല. അപ്പൊ ഒരുപക്ഷെ ജിൻസി ആദ്യം പറഞ്ഞ് വരാനായിട്ട് കാണിച്ച നല്ല മനസ്സുണ്ടല്ലോ, അതിലാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ ചെയ്യുന്നത്. അവസരങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞിനോട് ഇങ്ങനെ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അടുത്ത് നമ്മളൊന്ന് റിയാക്ട് ചെയ്യണം, ആക്ട് ചെയ്യണം, റിയാക്ട് ചെയ്യണം. അപ്പൊ ജിൻസിയുടെ കൈ നോക്കുമ്പോൾ അടുത്താക്കും ധൈര്യം വരുമെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ജിൻസിയോട് ഞാൻ വെറുതെ ചോദിക്കുകയാണ്, ജിൻസി ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning? ചോദ്യം മനസ്സിലാകോ ഇല്ലെന്ന് വെറുതെ ചിന്തിക്കുക. ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning? രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ടോ? അപ്പൊ ജിൻസിയുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ യെസ്, ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. പറയും. ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning? ഉത്തരം പറയും. തെറ്റിക്കോട്ടെ, തെറ്റൊന്നും വിഷയമല്ല. പറയുന്നതിന് തെറ്റ് വന്നാൽ അതൊന്നും വിഷയമേ ഇല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞേക്കും. അതെല്ലാം അങ്ങനെ പറഞ്ഞേക്കുള്ളൂ, അതൊക്കെയാണ് പറഞ്ഞേക്കും. തെറ്റിയാലും കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു, ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning? 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ടോ? ഒരു മറുപടി പറഞ്ഞു. കേട്ടില്ല, ഒന്നുകൂടെ പറ. ഐ ഡു. ഓക്കെ, ഐ ഡു. യെസ്, ഐ ഡു എന്ന് പറയാൻ കറക്റ്റ് ആണ്. നമുക്ക് ഇതേ വാചകങ്ങൾ എന്ന് വെച്ചെന്ന് പറഞ്ഞു. യെസ്, ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. ഓക്കെ, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഡു യു ലൈക്ക് ഇഡലി? I like it. അതിനൊരു യെസ് പറഞ്ഞു. യെസ്, ഐ ലൈക്ക് idli. ഇഡലി. ഓക്കെ ഓക്കെ ഓക്കെ. ഡു യു വാണ്ട് ടു ബിക്കം എ റിച്ച് ലേഡി? ചോദ്യത്തിന് അർത്ഥം കിട്ടിയോ? ഡു യു വാണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ടു ബിക്കം, ആയിത്തീരുവാൻ. ബിക്കമിലായിത്തീരുവാൻ. റിച്ച് ലേഡി, വളരെ പണക്കാരിയായിട്ടുള്ള ഒരു ലേഡിയായിട്ട് തീരുമാനം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
അപ്പൊ ഒറിജിനലായിട്ടുള്ള ഉത്തരം പിടികിട്ടി. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് അതിന്റെ ഉത്തരം പറഞ്ഞില്ലേ? ഡു യു ലൈക്ക് ടു ബിക്കം എ റിച്ച് ലേഡി? Yes, I like. യെസ്. അപ്പൊ നമുക്ക് സെന്റൻസ് കൂടെ ഉണ്ട്. യെസ്, ഐ ലൈക്ക് ടു ബിക്കം I എ like. റിച്ച് ലേഡി. ഐ ലൈക്ക് ടു ബിക്കം A എ rich റിച്ച് ലേഡി. ഡു യു വാണ്ട് ടു ഡ്രൈവ് ദ കാർ? ഡു യു വാണ്ട്? Yes. യെസ്. യെസ്, ഐ സെന്റൻസ് ആണ് പറയാം. യെസ്, ഐ ലൈക്ക് ടു ഡ്രൈവ് ദ കാർ. I like to drive car. ഓക്കെ 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 ജിൻസി, കീപ് ഇറ്റ് അപ്പ്. വെരി ഗുഡ്. അപ്പൊ ജിൻസിയുടെ ഈ പ്രകടനം കണ്ടതിന് ശേഷം ഇനി ഞാൻ പറയാമെന്നുള്ളത് ആരാണ്? യെസ്, ആരാണ്? എവിടെ ധൈര്യം ഇല്ലല്ലോ നിങ്ങൾക്ക്? Yes, sir. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, ഐ ആം റെഡി. വാട്ട് ഈസ് യുവർ നെയിം പ്ലീസ്? നൗഷിദ, ആർ യു റെഡി? പോയോ? Yes, sir. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചോദിച്ചാൽ ചോദിക്കുന്നത്. Do you get up at 6 o'clock in the morning? Yes, I get up at 6 o'clock in the morning. Okay, okay. Do you pray? കേട്ടില്ല sir. Do you pray in the morning? Pray Pray. P-R-A-Y, pray. Pray എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. Do you pray in the morning? Yes, I prayed. Yes. ആ സെന്റൻസ് ആയിട്ട് നമുക്ക് തീർത്ത് പറയാം. Yes, I pray in the morning. ഞാൻ രാവിലെ പ്രാർത്ഥിക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ ഈ ഡൂവിൽ നിന്ന് മാറ്റി അത് കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. You told me that you pray in the morning. What are the things that you demand from God? അപ്പൊ അതവിടെ നിൽക്കട്ടെ. ആ ചോദ്യം മുമ്പ് ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? അംബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം. വാട്ട് ഈസ് യുവർ അംബിഷൻ? ഹലോ. I want to become an English teacher. My ambition is to become a English teacher. English teacher. Yes, and your ambition is to become an English teacher. Of all the subjects, physics, chemistry, as a biology, English, which subject you like most? Of all the subjects. Biology. Hello. കേൾക്കുന്നുണ്ട് sir. Clear out. Of all the subjects, which subject you like most? I like biology. You like it? English. Biology. Biology. Okay, okay. I told you that you told me that you like biology very most, but you want to become an English teacher. There is a difference. You like biology very much, but you want to become an English teacher. Why don't you become a biology teacher? So the video. ചോദ്യം പിടികിട്ടി. പറഞ്ഞോ. ഞാൻ പോകുന്നില്ല. Yes, പറയൂ. And you told me that you want to be, you like biology very much, but you want to become an English teacher. Why did you select English? Why you want to become an English teacher? Because Because I like to be English teacher I like
Yes, I like. Most. ഒന്നുകൂടി പറ. Because I like to teach English more than biology. Oh, because I like English more than biology. Okay. Very good. Have I told you that and you want to become English teacher? And you told me that you want to become an English teacher. You don't want to become a biology teacher. If there is no chance to become an English teacher, suppose. And you told me that you hello. You told me that അതവിടെ ഇത് ഓണാക്കി അവരുടെ technical problem. Okay. സാർ ഇത് ഇന്നത്തെ കയറിയിരിക്കുന്ന പറഞ്ഞു നോക്കിയാ You want to become, suppose that you have no chance to become an English teacher. What will be your next choice? I choose medical field. You will choose Medical field. medical field. So why did you choose medical field? There may be one reason for behind it. What is the reason? You want to serve the sick people, or you want to get more money, or you want to go abroad? Which factor that influences you more to select a medical field? I am interested to know more about the people and know more about the science. Okay, and you told me that you want to know more about the people. There is also another important field to know more about the people, more than medical field. Why don't you select it? Suppose that you get a government employee. Suppose that you get a government employment and you become a government employee, you can do more things for the people. If you have a good mind and you have a service mind and you can do more things to the people. ഞാൻ ചോദിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്നതല്ല കേട്ടോ. ഇംഗ്ലീഷ് പറയാൻ പഠിച്ചു വെച്ച് നോക്കുള്ളൂ. പറഞ്ഞോ. But there is no option in government employment that for science, know more about science. If there was an opportunity or a chance that you will select it, that you told me. Okay? Yes. Yes, very good. Your performance is very good. I appreciate you. Thank you, sir. Okay. I will tell you one more thing. For a minute. A door open. I quit. Okay. I will tell you one more thing. That നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ജോലിക്കോ ഇന്റർവ്യൂനോ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവേഴ്സെൽഫ് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കും. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവേഴ്സെൽഫ്. നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പറയും. പരിചയപ്പെടുത്താൻ പറയും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യണം. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. പിന്നെ അതിനോടൊപ്പം തന്നെ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ എന്ത് ചെയ്യണം, പിന്നെ ഡസ് നോട്ട് എവിടെ, ഡു നോട്ട് എവിടെ ഉപയോഗിക്കണം, ഡസ് നോട്ട് എവിടെ ഉപയോഗിക്കണം, അത് ചോദ്യമാകുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് you can ask.
സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? നോ സാർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയാനും കൂടി തയ്യാറെടുക്കും, മാനസികമായിട്ട് അതുകൊണ്ട് ഒന്ന് തയ്യാറെടുക്കും. അതുകൂടി അത്യാവശ്യമാണ്. ഓ വീഡിയോ കോംപ്ലിമെന്റ് തന്നിട്ടുണ്ട്. ഗുഡ് ക്ലാസ് സാർ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു ഫോർ യുവർ compliments. Okay, so we will meet in the next day. Okay, Thank you, sir. Thank you, sir. okay, welcome. Thank you, sir. Welcome. Thank you, sir. Welcome. Thank you, sir.